അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്നുള്ളത് അവൻ്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞവൻ ഭാഗ്യവാന്മാരും, ആ കാലഘട്ടത്തെക്കുറിച്ച് തിരിച്ചറിയാത്തവൻ, അഥവാ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്ന കാലമാണ് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് തിരിച്ചറിയാത്തവൻ ഹതഭാഗ്യവാന്മാരുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലെങ്ങാനും ആ ഉമ്മയുടെയും വാപ്പയുടെയും സാന്നിധ്യം ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര തന്നെ മനുഷ്യന്മാരവിടെ ഉണ്ടായാലും ഒരു വല്ലാത്തൊരു ഏകാന്തത നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അനുഭവപ്പെടാറില്ലേ? അല്ലേ? ആരൊക്കെ ഉണ്ടായാലും നമ്മുടെ ഉമ്മയും വാപ്പയും അവിടെ ഇല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഏകാന്തതയാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്, നമ്മൾ മരിക്കുന്നതിന് മുമ്പെങ്ങാനും നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ആ മക്കൾക്ക് നഷ്ടമാണ്. എല്ലാം കൊണ്ടും നഷ്ടമാണ്. എത്രത്തോളം എന്നാൽ ഏറ്റവും മഹത്വമേറിയ ഉമ്മയുടെയും വാപ്പയുടെയും പ്രാർത്ഥന ആ മക്കൾക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിക്കണേ. നമ്മളൊക്കെ ഒരു പക്ഷേ ഉന്നത പദവിയിലെത്തിയിട്ടുണ്ടാവും. നമ്മളൊക്കെ ഈ ഉന്നത പദവിയിലൊക്കെ എത്താൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, ആ ഉമ്മയുടെയും വാപ്പയുടെയും പ്രാർത്ഥന കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ യാത്രകളിലും, അതേപോലെ തന്നെ നമ്മുടെ പഠിപ്പിലും, നമ്മുടെ ജോലിയിലൊക്കെ ഉന്നത സ്ഥാനങ്ങളും, അതേപോലെ തന്നെ യാത്രയിലൊക്കെ നമ്മൾ രക്ഷപ്പെടാനും ഒരു വിപത്തും സംഭവിക്കാതെ രക്ഷപ്പെടാനൊക്കെ ഉള്ള ഒരു കാരണം ആ ഉമ്മയുടെയും വാപ്പയുടെയും പ്രാർത്ഥനയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം അത്രമാത്രം പവിത്രമാക്കപ്പെട്ടതാണ് ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉള്ള കാലം അല്ലേ, നമുക്കറിയാലോ, ദുനിയാവിൽ ആപ്പാടെ കുറച്ചേ നമ്മൾ ജീവിക്കുള്ളൂ. ആ കുറച്ച് ജീവിക്കുന്ന കാലഘട്ടം ആ മാതാപിതാക്കളോടൊപ്പം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. നബി അല്ലാഹുവിൻ്റെ റസൂലും പറഞ്ഞതുപോലെ അവരോട് എന്നുള്ളൊരു വാക്ക് പോലും പറയരുത്. നമുക്കൊരു പക്ഷേ നമ്മളെ കുറേ ചീത്ത പറയും അവർ. അതേപോലെ തന്നെ അതൊക്കെ ചീത്ത പറയും. അതേപോലെ തന്നെ നമ്മളെ പല കാര്യത്തിലും അവർ ഉപദേശിക്കും, ഇതൊക്കെ ചെയ്യും. നമ്മളോടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർക്കത് പറയാനും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ മക്കളെ നമുക്കറിയില്ല, തൂങ്ങിച്ചാവാനും ഓരോ ഓരോ അപകടങ്ങളിലേക്ക് പോയി ചാടുന്നുണ്ടല്ലോ. ഇതൊക്കെ ചെയ്യുന്നത് മഹാവിഡ്ഢിത്തരമാണ്. കാരണം നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അതിലൊരു ഹൈർ, ഒരു നന്മ കണ്ടിട്ടാണ് നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മൾ ചീത്ത പറയുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണേ, നമ്മൾ ചീത്ത പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആൾക്കാർ. കാരണം നമ്മുടെ ഒരു വീഴ്ച വന്നപ്പോൾ ഒരാൾ നമ്മൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇവൻ ചീത്തയാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ഇവൻ്റെ കയ്യിൽ നിന്നൊരു ചീത്ത പ്രവർത്തനം കാണുമ്പോൾ അത് ആ മനുഷ്യനെ സഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ നശിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥം കൊണ്ടാണ് തുടക്കം തന്നെ ചീത്ത പറഞ്ഞത്, നന്നാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ തോന്നിയവാസം കാട്ടിയാലും നമ്മളൊപ്പം അങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ മനുഷ്യന്മാർ നമ്മുടെ നന്മയല്ല പ്രതീക്ഷിക്കുന്നത്, മറിച്ച് നമ്മുടെ നാശമാണ് അവർ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉമ്മയോടും വാപ്പയോടും അവരെന്തൊക്കെ പറഞ്ഞാലും ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ കേട്ട് നിൽക്കാനുള്ളൊരു മനോഗതി നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. കാരണം അത് നമ്മുടെ ഉമ്മയും വാപ്പയാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ചില ആളുകൾക്കൊക്കെ ഉമ്മാനും വാപ്പാനൊക്കെ ഒരു വില കുറവാണ് അല്ലേ? അവരെ ചുക്കിച്ചൊളിഞ്ഞ മോന്തയും അല്ലേ, അങ്ങനെ തന്നെയല്ലേ പറയാം, മോന്താന്നൊക്കെ പറയും, ചുക്കിച്ചൊളിഞ്ഞ മോന്തയും. അതേപോലെ തന്നെ അവരുടെ വിണ്ട് കീറിയ കാൽപ്പാതൊക്കെ കാണുമ്പോൾ പല മക്കൾക്കും ഒരു കുറവാണ് അല്ലേ? പക്ഷേ ഈ മനുഷ്യന്മാർ ഉമ്മാനും വാപ്പാനും ചെറുതായി കാണുമ്പോൾ അവർ ചെയ്യുന്ന വിഡ്ഢിത്തരം എന്താണെന്നറിയോ? അവരവരുടെ സ്വർഗത്തെയാണ് അവർ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്നുള്ള സത്യാവസ്ഥ ആ മനുഷ്യന്മാർ മനസ്സിലാക്കണില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഉമ്മയും വാപ്പയുള്ള കാലത്ത് അത് നിങ്ങൾ നല്ല നിലക്ക് നോക്കുക. നമ്മളൊക്കെ പല മക്കളും പറയും ഉമ്മാനും വാപ്പാനൊക്കെ നോക്കാൻ വലിയ ചിലവാണെന്ന്. ഒരു ചിലവുമില്ല. കാരണം എന്താ അറിയോ? ഉമ്മക്കും വാപ്പക്കും കൂടെ കുറേ സമ്പത്തല്ല ആവശ്യം, മറിച്ച് അവർക്ക് എന്ത് കൊടുത്താലും അല്ലേ, കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, എന്താ കൊടുത്താലും അതുങ്ങൾ നിങ്ങളുടെ ഒപ്പം ജീവിതകാലം മുഴുവനും ഉണ്ടാകും. അവർക്ക് വേണ്ടത് കുറേ സമ്പത്തൊന്നുമല്ല, മറിച്ച് മക്കളിലൊപ്പം ജീവിക്കണ കാലം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന ആഗ്രഹം മാതാപിതാക്കൾക്കുള്ളൂ.
എന്നാൽ പലരുടെയും വിചാരം എന്താ, മാതാപിതാക്കൾ നോക്കിയാൽ ചിലവ് കൂടുതലാണ്. അങ്ങനൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ മനസ്സിലാക്കുക, ഉമ്മാനെയും വാപ്പാനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ സ്വർഗം കിട്ടും. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ഒരു നിധികളാണ് ഉമ്മയും വാപ്പയും. അപ്പം അതുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കുന്ന ആളുകൾ ആ ഉമ്മാനും വാപ്പാനും നല്ല നിലക്ക് നോക്കുക. എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും ആ മനുഷ്യന് രക്ഷ ഉണ്ടാവും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഉമ്മാനും വാപ്പാനും നോക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ നാട്ടിലത്തെ എല്ലാ മനുഷ്യർക്കും അവനൊരു പ്രത്യേക സ്നേഹമായിരിക്കും, പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും അല്ലേ? ആൾക്കാരൊക്കെ പറയും എന്ത്, അവൻ എന്തൊക്കെ ആയാലും ഇമ്മാനും വാപ്പാനും നല്ല നോക്കണവനാണ്, നല്ലോനാണെന്ന് പറയും. എന്നാൽ അത് നേരെ മറിച്ച് കൊണ്ട് വേറെ ചിന്തിച്ച് നോക്കി, വലിയ പ്രഭാഷണം പറയുന്ന അല്ലേ, വലിയ വലിയ പണ്ഡിതനെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ, ആ വ്യക്തി സ്വന്തം ഉമ്മാനെ നോക്കുന്നില്ല വിചാരിക്കുക, വാപ്പാനെ നോക്കണില്ല വിചാരിക്കുക, ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും അല്ലേ? നമ്മളൊക്കെ പറയുമല്ലോ, ഇവനൊക്കെ കുറേ പ്രസംഗിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത്. കാരണം അതാ പറഞ്ഞത്, ഉമ്മാനെയും വാപ്പാനെയും നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ ശിക്ഷ എന്ന് മാത്രമല്ല ദുനിയാവിലും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈമാൻ കിട്ടാതെ ആ മനുഷ്യൻ മരിക്കുന്ന അൽഖമാർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാലോ. അവസാനം ഇമ്മ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് അൽഖമാർ റളിയല്ലാഹു എന്ത് ചെയ്യുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുകയും ചെയ്തത്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. എല്ലാം കൊണ്ടും ഷർറാണ് എന്ത്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, വൻ പാപങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ പാപമായിട്ട് നബി എന്താ പറഞ്ഞത്, വൻ പാപട്ടോ, ചെറിയ പാപമല്ല, വൻ പാപത്തിൻ്റെ രണ്ടാമത്തെ കാര്യമായിട്ട് നബി പറഞ്ഞത് ഉഖൂഖുൽ വാലിദൈൻ, നീ നിൻ്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ചെറിയ പാപമല്ല, വലിയ പാപമാണെന്ന്. അപ്പം അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒന്നേ ഉള്ളൂ, ആ മാതാപിതാക്കളോട് നല്ല നിലക്ക് സന്തോഷിച്ച് ചിരിച്ച് അവരോട് കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ പറയണം നമ്മൾ. അങ്ങനെ നല്ല നിലക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് രക്ഷ നൽകും. അത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.